ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡെയിലി ഇംഗ്ലീഷിലെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ആദ്യം പഠിക്കുന്നത് ഓപ്പസ് മാഗ്നം. ഇതിന്റെ അർത്ഥം എ ഗ്രേറ്റ് വർക്ക് അല്ലെങ്കിൽ കോമ്പോസിഷൻ, നല്ല വർക്ക് എന്നുള്ള രീതിയിലാണ് അർത്ഥം വരുന്നത്. ഓപ്പസ് മാഗ്നം കണ്ടോ, ഓപ്പസ് മാഗ്നം എ ഗ്രേറ്റ് വർക്ക്. ഇനി നമ്മളൊരു സ്പെല്ലിംഗ് ആണ് പഠിക്കുന്നത്, ഗ്യാരണ്ടി. അപ്പൊ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ചിലർക്ക് ടി കഴിഞ്ഞ ഐ, ടി കഴിഞ്ഞ വൈ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അപ്പൊ ഗ്യാരൻ വരെ എല്ലാവർക്കും കിട്ടും. ടി എന്ന് പറയുമ്പോൾ ടി ഡബിൾ ഇ ആണ്, ഗ്യാരൻറ്റി ഡബിൾ ഇ ആണ്. ഇനി സ്പെല്ലിംഗ് ചെക്കിൽ നമ്മൾ പഠിക്കുന്നത് ഹരാസ് ആണ്. ഹരാസ് എന്ന് വെച്ചാൽ മീനിങ് ശല്യം ചെയ്യുക എന്നാണ്. ഹരാസിന്റെ മീനിങ് എന്താണ്? ശല്യം ചെയ്യുക എന്നാണ്. അപ്പൊ ഈ ഹരാസിന്റെ സ്പെല്ലിംഗ് എന്താണ്? രണ്ട് എസ് ഉണ്ട്, HARSS ആണ്. ഓക്കെ. ഇനി ഒക്കേഷൻ എന്ന് വെച്ചാൽ അവസരം എന്നൊരു അർത്ഥമാണ്. ഇതിനകത്ത് ഓ കഴിഞ്ഞ് രണ്ട് സി ഉണ്ട്, ഒക്കെ, അതെല്ലാവർക്കും കിട്ടും എ. പിന്നെ എല്ലാവരുടെയും സംശയം രണ്ട് എസ് ഉണ്ടോ എന്നാണ്. ഒക്കേഷൻ ഒരു എസ് ഉള്ളൂ, SION, ഒരു ഒക്കേഷൻ ഒരു അവസരമേ കിട്ടൂ എന്ന് ഓർക്കുക. യെസ്, ശരിയാണ്, ഒരവസരമേ കിട്ടൂ. എസ് ഒന്നേ ഉള്ളൂ, ഒക്കേഷൻ. ഇനി റിസീവ് ആണ്, RECEIVE, വി കഴിഞ്ഞ് ഇ ഉണ്ട്, റിസീവ്, RECEIVE, ഇതാണ് റിസീവിന്റെ സ്പെല്ലിങ്. ലിക്വിഫൈ എന്ന് വെച്ചാൽ അലിയുക അല്ലെങ്കിൽ ഉരുക്കുക എന്നാണ്. LIQUEFY, LIQUEFY, ഇതാണ് ലിക്വിഫൈ, ലിക്വിഫൈ. ഇനി നമുക്ക് നമ്മളുടെ ഫോറിൻ വേർഡ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 40 വിങ്സ് എന്താണ് എന്ന് വെച്ചാൽ ഇത് ഷോർട്ട് സ്ലീപ്പ് ആണ്, ഉച്ചയുറക്കം. നമ്മൾ ടേക്ക് എ നാപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങിയിട്ട് വരാം. അതിനെ നമുക്ക് ഫോറിൻ വേർഡ് ആയിട്ട് പറയുന്ന 40 വിങ്സ് എന്നാണ്. എന്ന് വെച്ചാൽ ഷോർട്ട് സ്ലീപ്പ് എന്നാണ്, ചെറിയൊരു മയക്കം, ഉച്ചയുറക്കം, താൽക്കാലികമായി കുഞ്ഞായിട്ട് ഉറങ്ങുന്നു, ചെറിയ സമയത്ത് ഉറങ്ങുന്നു. സ്പിക്ക് ആൻഡ് സ്പാൻ. സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് വെച്ചാൽ ക്ലീൻ ആൻഡ് ടൈഡി എന്നാണ്. തികച്ചും വൃത്തി, നല്ല തിളക്കമുള്ള, നല്ല ക്ലിയർ കട്ടായിട്ട് നല്ല സൂപ്പറായിട്ട് വൃത്തിയാക്കി ഇട്ടേക്കുന്നതാണ് സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയുന്നത്. ക്ലീൻ ആൻഡ് ടൈഡി, ക്ലീൻ ആൻഡ് ടൈഡി, സ്പിക്ക് ആൻഡ് സ്പാൻ. ഇനി ബ്രേക്ക് എ ലെഗ്, ഒരു ലെഗ് ഒടിക്കൂ എന്നാണോ? അല്ല, ടു വിഷ് ഗുഡ് ലക്ക്. ബ്രേക്ക് എ ലെഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയുകയാണ്. ഒരാളൊരു ജേർണി പോകുകയാണ്. അപ്പൊ ഞാൻ നാളെ അമേരിക്കയിൽ പോകുന്ന പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് എ ലെഗ്, നമുക്ക് വിഷ് ചെയ്യാം. ടു ഗുഡ് ലക്ക്, നല്ലത് വരട്ടെ എന്ന രീതിയിൽ നമുക്ക് വിഷ് ചെയ്യാം. ആശംസകൾ നേരുകയാണ്, ബ്രേക്ക് എ ലെഗ്. അപ്പൊ 40 വിങ്സ് ഉച്ചയുറക്കമാണ്, ഷോർട്ട് സ്ലീപ്പ്, സ്പിക്ക് ആൻഡ് സ്പാൻ, ക്ലീൻ ആൻഡ് ടൈഡി ആണ്, ബ്രേക്ക് എ ലെഗ്, ടു വിഷ് ഗുഡ് ലക്ക്. അടുത്തത് ബാഗ് ആൻഡ് ബഗേജ് എന്നാണ്. ബാഗ് ഉണ്ട്, ബഗേജ് ഉണ്ട്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി, ഇപ്പൊ നമ്മൾ വഴക്കിട്ടു, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഫുൾ ബാഗും പറക്കിയ ഒരിടത്തിൽ പോകത്തില്ലേ, അപ്പൊ ഫുള്ള് പറക്കിയ ബാഗിൽ ഇട്ടു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിച്ച് വെക്കാം. ബാഗ് ആൻഡ് ബഗേജ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി മുഴുവൻ സാധനങ്ങൾ, എല്ലാ സാധന സാമഗ്രികളും, ബാഗ് ആൻഡ് ബഗേജ്. ഇനി നമ്മൾ ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ നോക്കുകയാണ്, എവിഡന്റ്. സ്പെല്ലിംഗ് ഉണ്ടോ, എവിഡന്റ് എന്ന് വെച്ചാൽ ക്ലിയർലി അണ്ടർസ്റ്റുഡ്, പ്രകടമാണ്, നന്നായി മനസ്സിലായി, എവിഡന്റ് ആണ് എന്നുള്ളൊരു അർത്ഥമാണ്. ദ ട്രൂത്ത് ഈസ് എവിഡന്റ് ഹിയർ, ദ ട്രൂത്ത് ഈസ് എവിഡന്റ് ഹിയർ. ഇവിടെ സത്യം പ്രകടമാണ്, ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ സത്യം ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സത്യം എവിടെയാണെന്ന്. അപ്പൊ ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ എന്താണ്? എവിഡന്റ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.